ഹലോ ഓൾ എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന ഷാജി. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ അത്യാവശ്യമായിട്ട് ഒരുപാട് പേര് നമുക്ക് കമന്റ് ബോക്സിലും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഡയറക്റ്റ് ആയിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ്. IB എക്സാമിന് വർക്കിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസിനെ എങ്ങനെ ഈ ഒരു എക്സാമിനെ നോക്കിക്കാണാം, നമുക്ക് എങ്ങനെയാണ് അവിടെ ഇഫക്റ്റീവ് ആയിട്ട് ടൈം മാനേജ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് നിങ്ങൾക്ക് എത്താനായിട്ട് പറ്റും, നിങ്ങൾ ആഗ്രഹിക്കുന്ന ജോലിയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കാനായിട്ട് പറ്റുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്യുന്നത്. നമ്മളുടെ മിക്ക സ്റ്റഡി സ്ട്രാറ്റജീസും ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്ന എല്ലാം തന്നെ നമ്മളുടെ കോഴ്സിൽ നമ്മൾ കൊടുക്കുന്ന നമ്മളുടെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ നമ്മളുടെ ടീം മെമ്പേഴ്സ്, നമ്മളുടെ അക്കാഡമിക്കിൽ നിൽക്കുന്ന നമ്മുടെ ടീം മെമ്പേഴ്സ് കൂടി ആലോചിച്ചിട്ട് തന്നെയാണ് നമ്മൾ ഓരോ കോഴ്സ് നമ്മൾ അതിനകത്ത് ഓരോ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അതിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു വീഡിയോ വഴി എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ നോക്കിക്കോളൂ, ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എനിക്ക് ഇന്ന ടൈമിൽ നിങ്ങൾ പഠിക്കാൻ ഇരിക്കുമെന്ന് പറയാൻ പറ്റില്ല. എൻ്റെ ഫ്രീ ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്രീ ടൈം എന്ന് പറയുന്ന വ്യത്യാസമാണ്. ഈവൻ ഞാൻ വർക്കിംഗ് ആണെങ്കിൽ പോലും എൻ്റെ ഒരു സാഹചര്യം ആവണമെന്നില്ലല്ലോ നിങ്ങൾക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ ഫസ്റ്റ് നിങ്ങളുടെ ഡേയും അതുപോലെ ടൈമും എന്ത് ചെയ്യുക, നിങ്ങൾ മസ്റ്റായിട്ടും ഐഡന്റിഫൈ ചെയ്യുക. എപ്പോഴും ഞാൻ പറയുന്നത്, ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് സെപ്റ്റംബർ 3 ഓക്കെ. എക്സാം നമ്മളൊരു ഒക്ടോബർ ഈ ടൈമോട് കൂടിയിട്ട് ഈ ടൈമിലോട് കൂടി നമുക്ക് എക്സാം ഉണ്ടാവും. സോ ഞാനിവിടെ ഒരു 30 ഡേയ്സിലേക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി അങ്ങോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്. അപ്പോൾ മെയിനായിട്ടും നമ്മൾ നോക്കേണ്ടത് ഒരു ന്യൂ സ്കെഡ്യൂൾ നിങ്ങളുടെ 30 ദിവസത്തേക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഒരു റൊട്ടീൻ നിങ്ങൾ കംപ്ലീറ്റ്ലി പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. ഇനി അതുപോലെ തന്നെ നിങ്ങൾക്ക് വരുന്ന ഒരു ദിവസത്തിൽ 24 hours ഇന്ന പ്രൊഡക്റ്റീവായിട്ട് ഒരു മിനിറ്റ് പോലും ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ ഓരോ അവറിലും നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്, നിങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ശേഷം വീട്ടിലെ കാര്യങ്ങൾ ഏതൊക്കെയാണ്, നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് നിങ്ങളുടെ ടൈം ബ്ലോക്ക് ആവുന്നത് എന്നുള്ളത് ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്യാം. ഇനി ഏറ്റവും ഗോൾഡൻ ഹവേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങളുടെ മോർണിംഗ് ആണ്, രാവിലെ എഴുന്നേൽക്കുന്നതിനാണ്. അപ്പോൾ ഒരു 2 hours ബിഫോർ വർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ, ദിവസം നിങ്ങൾ 6 മണിക്ക് എഴുന്നേൽക്കുന്നവരാണെങ്കിൽ ഈ എക്സാം ആവുന്നത് വരെ അല്ലെങ്കിൽ എക്സാം തീരുന്നത് വരെ നിങ്ങൾക്കൊരു 4 മണിക്ക് എണീക്കാം. ഇനി ഉറങ്ങാൻ അല്ല, നിങ്ങൾക്ക് രാവിലെ എണീക്കാൻ മടിയാണെങ്കിൽ നിങ്ങളൊരു 10 മണിക്ക് ഉറങ്ങുന്ന ഒരാളാണെങ്കിൽ അതിൽ 12 മണിന്നാക്കാം, എന്നിട്ട് ഒരു 6 മണിക്ക് എഴുന്നേക്കുക. അപ്പൊ രാവിലെയോ രാത്രിയോ, ചില ആളുകൾക്ക് രാവിലെ പറ്റും, എനിക്ക് രാവിലെ എണീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ ഞാൻ രാത്രി എത്ര ലൈറ്റ് ആണെങ്കിലും എനിക്ക് ഇരിക്കാൻ പറ്റും, പഠിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ 2 മൈൻഡ് സെറ്റ് ഉള്ളവരുണ്ട്. പക്ഷെ ഏറ്റവും നല്ലത് നമ്മൾ രാവിലെ എണീക്കുവാണെങ്കിൽ ഫ്രഷ് മൈൻഡോട് കൂടിയിട്ട് നമുക്കിരുന്ന് പഠിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ടോപ്പിക്സിന് മെയിനായിട്ട് നമ്മളുടെ ഹൈ കോൺസെൻട്രേഷൻ ആവശ്യമുള്ള അതായത് ചെയ്ത് പഠിക്കുകയല്ല. രാത്രിയിലാണെങ്കിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ വായിച്ച് പഠിക്കുന്നതിനേക്കാൾ ചെയ്ത് പഠിക്കുന്ന വിഷയങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി ടൈം, നിങ്ങളൊരു പബ്ലിക് ട്രാൻസ്പോർട്ടാണ് യൂസ് ചെയ്യുന്നത്, നിങ്ങൾ വണ്ടിയിൽ പോകാമെന്ന് വിചാരിക്കുക, ട്രാവൽ ചെയ്യുകയാണെന്ന് വിചാരിക്കുക, യൂസ് ആൻഡ് ഹെഡ്സെറ്റ്. അതുപോലെ ഒരു 30 to നിങ്ങളുടെ ആ ഒരു ടൈമിൽ യാത്ര ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സ് ഒന്നല്ലെങ്കിൽ PDF വായിക്കാം, വൊക്കാബുലറി നോക്കാം, അല്ലെങ്കിൽ റിവിഷൻ വീഡിയോസിൻ്റെ ഹെഡ്സെറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി ലഞ്ച് ബ്രേക്ക് നമുക്ക് മെയിനായിട്ടും നിങ്ങൾ മൊബൈൽ ആപ്പ് യൂസ് ചെയ്യുക. അതിലൊരു 10 minutes എങ്കിലും, ഞാനൊരു 15 to 30 മാക്സിമം ഇട്ടിരിക്കുന്നതാണ്. അത്രയൊന്നും പറ്റിയില്ലെങ്കിൽ പോലും ഫുഡ് കഴിക്കുന്ന കുറച്ച് പെട്ടെന്ന് കഴിച്ചിട്ട് ഒരു 10 minutes നിങ്ങൾ ജസ്റ്റ് പസിൽസ് ഒക്കെ ക്വാണ്ടിറ്റി ഒന്ന് സോൾവ് ചെയ്യാനായിട്ട് ഇരിക്കുക. പിന്നെ വർക്കിന് ശേഷം ഈവനിങ് ഉള്ളൊരു കാര്യമാണ്. ഇവിടെ 2 hours ആണ് ഞാൻ പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടയേർഡായിരിക്കും നമ്മളല്ലേ. അപ്പം എന്ത് ചെയ്യുക, നമുക്ക് ലോവർ ഇൻറ്റൻസിറ്റി ടാസ്ക്സ് ആണ് ഇവിടെ ഞാൻ പറയുന്നത്. മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം, നിങ്ങൾ ചെയ്യുന്ന നമ്മൾക്ക് ഏതെങ്കിലും മോക്ക് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യാം. ഇനി അല്ലെങ്കിൽ വീഡിയോസോ നമ്മളുടെ സൊല്യൂഷൻ ആയിട്ടുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി വീക്കെൻഡിൽ നിങ്ങൾ നിൽക്കേണ്ടത് മൺഡേ ടു ഫ്രൈഡേ ഒരു 3 to 4 hours എങ്കിലും, രാത്രി ഒരു 2 മണിക്കോ അല്ലെങ്കിൽ ഈവനിങ് 2 മണിക്കൂർ 4 മണിക്കൂറെങ്കിലും മിനിമം, ഞാൻ അങ്ങനെയാണ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. അത് നോക്കുക, അത് നിങ്ങൾക്കൊണ്ട് പറ്റും, പറ്റാത്ത കാര്യമൊന്നുമല്ല, പറ്റും. ഇനി മോർണിംഗ് നമ്മൾ പറഞ്ഞു 1.5 മണിക്കൂർ, അതുപോലെ ബ്രേക്കിൻ്റെ സമയത്ത്, അതുപോലെ ഈവനിങ്. അതിന് നിങ്ങൾ പഠിക്കേണ്ട ഓരോ ടോപ്പിക്സും ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ. അപ്പം ക്വാണ്ടിറ്റി റീസണിങ് പഠിക്കുക രാവിലെ. പിന്നെ നിങ്ങൾക്ക് കറണ്ട് അഫേഴ്സോ സ്റ്റാറ്റിക് GK അതുപോലെ തന്നെ ഇംഗ്ലീഷ് വൊക്കാബുലറിയോ അത് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നോക്കാം. ഇനി ഈവനിങ് നമ്മൾ രാവിലെ പഠിച്ചതിൻ്റെ മോക്ക് ടെസ്റ്റും മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെൽഫായിട്ട് സോൾവ് ചെയ്യാം. ഇനി വീക്കെൻഡിൽ നമുക്ക് ഒരു 8 to 10 hours എങ്കിലും സാറ്റർഡേ സൺഡേ 2 ഡേ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. മാക്സിമൈസ് ചെയ്യുക, നിങ്ങൾ ടൈം കിട്ടുന്നത് മാക്സിമം നിങ്ങൾ യൂസ് ചെയ്യുക. ബിക്കോസ് 30 days നമുക്കുള്ളൂ. അപ്പോൾ ഇവിടെ
നമുക്ക് ഒരു ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് ചെയ്യാം. അതായത് ഒരു 100 മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റ് ചെയ്യാം. ഇനി സൺഡേയിൽ നിങ്ങൾ സാറ്റർഡേസിലെ മോക്ക് ടെസ്റ്റ് ഒക്കെ എന്ത് ചെയ്യുക, ഒന്ന് അനാലിസിസ് ചെയ്യുക. അത് മിസ്റ്റേക്ക് പറ്റിയത് എവിടെയാണ് എന്നുള്ള കാര്യങ്ങൾ കൂടുതൽ നോക്കുക. ഇനി അതുപോലെ നമുക്ക് മെയിനായിട്ടും പറയാണ്, നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിക്കാമെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ നമുക്കിവിടെ ഒരു 80-20 റൂൾ ടു സിലബസിലെ 80-20 നോക്കാം. അതായത് നിങ്ങൾക്ക് 20% ഓഫ് ദ ടോപ്പിക്, നിങ്ങൾക്ക് 80% ഓഫ് ദ മാർക്ക് നൽകുന്ന ഒരു 20 നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള, നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന ഏരിയാസ് കൂടുതൽ ഫോക്കസ് ചെയ്യുക. ഇനി ജനറൽ അവയർനെസ്സിൽ മസ്റ്റായിട്ട് ഞാൻ പറയുന്നതാണ് കറണ്ട് അഫേഴ്സ് ലാസ്റ്റ് 6 മുതൽ 8 മാസം വരെയുള്ളത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ ക്വാണ്ടിൽ നമ്മൾ മാത്തമാറ്റിക്സ്, പെർസെൻറ്റേജ്, പ്രോഫിറ്റ് ആൻഡ് ലോസ്, വർക്ക് റേഷ്യോ, ആവറേജ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ PYQs നോക്കിയിട്ടാണ് ടോപ്പിക്ക് സെലക്ട് ചെയ്തിട്ട്, അതായത് നോർമൽ ആയിട്ടുള്ള ആളുകൾക്ക് പോലും, പഠിച്ചു തുടങ്ങുന്ന ഒരാൾക്ക്, ബേസിക് ലെവലുള്ള ഒരാൾക്ക് പോലും സോൾവ് ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കാണ് നമ്മൾ പിക്ക് ചെയ്ത് ഇവിടെ പറയുന്നത്. അതുപോലെ റീസണിങ്ങിൽ നമ്മൾ പറഞ്ഞല്ലോ കോഡിങ്, ഡിക്കോഡിങ്, ബ്ലഡ് റിലേഷൻസ്, സീരീസ്, അതുപോലെ പസിൽസ് ഒക്കെ നമുക്ക് ടഫായിട്ടുള്ള, നല്ല ടഫായിട്ടുള്ള പസിൽസും ഉണ്ട്. അതിന് ഈസി ആയിട്ടുള്ള ഒരു 1 to ഈസി ലെവൽ പസിൽസ് ഒക്കെ നിങ്ങൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ബെസ്റ്റ് ആയിരിക്കും നിങ്ങൾക്ക് കേട്ടോ. ഇനി ഇംഗ്ലീഷിൽ ഗ്രാമർ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട്, SP ബക്ഷിയുടെയോ SP ബക്ഷിയുടെയാണ് നല്ലത് കേട്ടോ, കൂടുതൽ നല്ലത് അത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഒരു ദിവസം നിങ്ങൾ ഒരു 15 മുതൽ 20 ന്യൂ വേർഡ്സ് ഡെയിലി നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കാനായിട്ട് നോക്കുക ഇംഗ്ലീഷിന് വേണ്ടിയിട്ട്. ഓക്കെ. ഇനി അതുപോലെ മോക്ക് ടെസ്റ്റ് റിവേഴ്സ് എഞ്ചിനീയറിംഗ് ആണ്. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ചാപ്റ്റർ പുതിയത് പഠിക്കുന്നേക്കാളും ആദ്യം അതിൻ്റെ ടെസ്റ്റ് എടുക്കുക. ദെൻ ഫ്ലിപ്പ് ദ മോഡൽ. ഫസ്റ്റ് ടെസ്റ്റ് എടുത്തിട്ട് പഠിക്കുക. നമ്മൾ വായിച്ച് പഠിച്ചതിന് ശേഷം ടെസ്റ്റ് എടുക്കുന്ന നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ടെസ്റ്റ് എടുത്ത്, ഇപ്പം നിങ്ങളൊരു ടോപ്പിക് പഠിക്കുകയാണ്, എന്താണ് ന്യൂട്രോണിൻ്റെ ചാർജ് എന്താണ്, അപ്പം അതിൽ പോസിറ്റീവ്, നെഗറ്റീവ്, നോ ചാർജ്, നോൺ ഓഫ് ദ എബോ എന്നൊക്കെ പറയുകയാണെങ്കിൽ നമുക്കറിയാം ന്യൂട്രോണിൻ്റെ ചാർജ് എന്താണ്, നോ ചാർജ് ആയിരിക്കും. അപ്പം അങ്ങനെ മോക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അവിടെ പഠിക്കുകയാണത് അല്ലേ. ദെൻ മിസ്റ്റേക്സ് മെയിനായിട്ടും പറയുന്നതാണ്, നമ്മുടെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തെറ്റാണ്. റിവേഴ്സ് എഞ്ചിനീയറിംഗ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് എഫക്റ്റീവ് ടു കവർ ദ റെലവൻറ്റ് സിലബസ് ഇൻ ഷോർട്ട് ടൈം. ഒരു ഷോർട്ട് ടൈമിൽ നിങ്ങൾ ഇത്ര ഏരിയാസ് പഠിക്കുകയാണ്. മോക്ക് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ വിറ്റമിൻസിൻ്റെ ഒരു മോക്ക് നമ്മൾ നമ്മുടെ ചാനലിൽ നമ്മുടെ ആപ്പിൽ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്നില്ല, ഫസ്റ്റ് ടൈം ആയിട്ടാണ് വിറ്റമിന് അറ്റൻഡ് ചെയ്ത് നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് അവിടെ സോൾവ് ചെയ്ത് പഠിക്കുകയാണ്. തരുന്ന PYQസും അതിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നമ്മൾ തരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതവിടെ പഠിക്കാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇനി എല്ലാ ബുക്കും വായിച്ച് പഠിക്കാനുള്ളൊരു ടൈമില്ല. അപ്പോൾ മൊബൈൽ ആപ്പ് ഫോർ ഡെയിലി ക്വിസസ്, വൊക്കാബുലറി, കറണ്ട് അഫേഴ്സിനൊക്കെ നമ്മളുടെ EZB അക്കാഡമി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അതിൽ നമ്മളുടെ കോഴ്സ്, നമുക്കിതിന് വേണ്ടി ഒരു സ്പെഷ്യൽ കോഴ്സ് തന്നെ ഉണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന മെത്തേഡ്സിലെല്ലാം തന്നെ ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റുകളും അതുപോലെ തന്നെ സെക്ഷണൽ വൈസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, കറണ്ട് അഫേഴ്സ്, MCQ, ചാപ്റ്റർ വൈസ്, സെക്ഷണൽ വൈസ്, PYQ, ഫുൾ ലെങ്ത് എല്ലാ മോക്ക് ടെസ്റ്റും നിങ്ങളുടെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് വീഡിയോസ് നമ്മൾ പറയുന്നതാണ്. നിങ്ങൾക്ക് ഒരു ബുക്ക് മൊത്തവും, നിങ്ങളിപ്പോൾ ഇരുന്ന് ജോഗ്രഫിയുടെ ഒരു ഏരിയ പഠിക്കുകയാണെങ്കിൽ അത് മൊത്തവും ഇരുന്ന് ബുക്ക് വായിക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പമാണ് നമ്മൾ ആ ഒരു വീഡിയോ ആണെങ്കിൽ. അപ്പോൾ നമ്മുടെ ക്ലാസ് നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങൾക്ക് യൂസ് എ ഹെഡ്സെറ്റ്, നമുക്ക് ഡെയിലി ടോപ്പിക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള Day 1, Day 2 ഓരോ നിങ്ങൾ കവർ ചെയ്ത് പോകേണ്ട ടോപ്പിക്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് കൂടുതൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ആയിരിക്കും. അത് നിങ്ങൾക്ക് ബുക്ക് വാങ്ങിച്ച് പഠിക്കാനായിട്ടും സെൽഫായിട്ട് സ്റ്റഡി ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ പറ്റില്ല എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യു ക്യാൻ ചൂസ് ദ IB ക്രാഷ് കോഴ്സ് ഓഫ് EZB അക്കാഡമി. പിന്നെ PDF കറണ്ട് അഫേഴ്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി മൈക്രോ ഗോൾസ് ഫിക്സ് ചെയ്യുക. സിലബസ് എന്തായാലും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്താലും പറ്റില്ല. പക്ഷെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് എന്ത് ചെയ്യുക, നിങ്ങൾ ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വയ്ക്കേണ്ടത് ഒരു 5 മാർക്ക്, ഇന്ന് നിങ്ങൾക്കൊരു 5 മാർക്കാണെങ്കിൽ നെക്സ്റ്റ് ഡേ നിങ്ങൾക്കൊരു 10ലേക്കെങ്കിലും അത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നോക്കുക. അതായിരിക്കും നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ടത്. 30 days കൊണ്ട് മാക്സിമം ഇംപ്രൂവ്മെൻറ്റ് നിങ്ങൾ കൊണ്ടുവരിക. പിന്നെ സ്ലീപ്പ്. അപ്പോൾ ഞാൻ പറയുന്ന പോലെ, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞു 10 മണിക്ക് ഉറങ്ങുന്നവരാണെങ്കിൽ 12 മണിക്ക് ഇരിക്കുക എന്ന് പറഞ്ഞു. അപ്പോഴാണെങ്കിൽ പോലും ഒരു നോർമൽ ഒരു 6 to 7 hours എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഉറക്കം ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ആദ്യത്തെ ഒരു 1.5 മണിക്കൂർ നിങ്ങൾ പഠിക്കാതിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ ബുക്സ് കാര്യങ്ങൾ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുന്ന പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയിരിക്കും, വാട്സാപ്പ്, എനിത്തിങ് വാട്ട് എവർ. അപ്പോൾ നിങ്ങൾ മൊബൈൽ ത്രൂ ആണെങ്കിൽ പോലും നിങ്ങൾക്ക് ദർ ഇസ് ആൻ ഓപ്ഷൻ ഫോർ ദ ക്ലാസ്സസ് നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് മീൻസ് എയർപ്ലെയിൻ മോഡിൽ വെച്ചിട്ട് നമ്മുടെ ക്ലാസ്സുകൾ കാണാം, മോക്കൊക്കെ അറ്റൻഡ് ചെയ്യാം. അപ്പോൾ അങ്ങനെയായിരിക്കണം എന്ത് ചെയ്യുന്നത്, നിങ്ങൾ പഠിക്കാനായിട്ടിരിക്കുമ്പം നമ്മളുടെ മൊബൈൽ ഫോണിൻ്റെ യൂസേജ് നോക്കേണ്ടത്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ടേബിളാണ് നമ്മൾ പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ
ഡയറക്റ്റ് നമ്മുടെ പ്ലേ സ്റ്റോറിൽ പോയി IB കോഴ്സ് നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഡയറക്റ്റ് പർച്ചേസ് ചെയ്യാം. അല്ലാത്ത പക്ഷം ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഗൂഗിൾ ഫോം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ചിൽഡ്രൻ ബൈ ആൻഡ് താങ്ക് യു.